ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ഹൈവേ ജോമെട്രിക് ഡിസൈൻ എന്നുള്ള പോർഷൻസ് എന്നുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ക്രൗൺ ആൻഡ് ദ എഡ്ജ് ഓഫ് ദ സർഫസ്. ക്രൗണിനെയും സർഫസുകളുടെ എഡ്ജിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനിന് എന്താ പറയുന്നത്? സ്ലോപ്പിന് എന്താ പറയുന്നേ? എന്താ നമ്മുടെ ആൻസർ? കേംബർ. എന്താണ്? കേംബർ. അടുത്ത എന്താ? ദ റെക്കമെൻഡഡ് കേംബർ ഫോർ WBM റോഡ്. അപ്പൊ നമ്മുടെ ടേബിൾ ആലോചിച്ച് നോക്കണം. WBM റോഡിൽ എത്ര ആയിരുന്നു കേംബർ വന്നുകൊണ്ടിരുന്നത്? നമ്മുടെ ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കി. WBM റോഡുകളിൽ നമ്മൾ പറഞ്ഞത് 1/33 ഏതായിരുന്നു? 1/33 ആണെങ്കിൽ ഹെവി റെയിൻഫോൾ നമ്മുടെ ഓർത്താൽ മതി കേട്ടോ. ഹെവി റെയിൻഫോൾ, ലൈറ്റ് റെയിൻഫോൾ 1/40. ഓക്കെ, പെർസെന്റേജിലാണെങ്കിലോ ഹെവി റെയിൻഫോൾ ആകുമ്പോൾ 3%, ലൈറ്റ് റെയിൻഫോൾ ആകുമ്പോൾ 2.5%. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 1/33 to 1/40 വരുടെ. 33 ഇല്ല, പക്ഷെ എത്ര ഉണ്ട്? 1/30 to 1/48 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനിടയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. വിഡ്ത് ഓഫ് ലാൻഡ് അക്വയർഡ് ഫോർ ദ റോഡ് അലോങ് ഇറ്റ്സ് പേയ്മെന്റ്. അപ്പൊ ഈ ലാൻഡ് അക്വയർഡ് അത് ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡ് അക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലാൻഡ് അവർ എടുത്തു കഴിഞ്ഞു, നാഷണൽ ഹൈവേ അതോറിറ്റിയോ അല്ലെങ്കിൽ ലാൻഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ സ്ഥലത്തിന് എന്നാ പറയുന്നത്? റൈറ്റ് ഓഫ് വേ. അപ്പൊ അതെന്താണ്? അവിടെ നമുക്ക് റോഡ് പണിയാനുള്ള എല്ലാ റൈറ്റുകളും ഉള്ള ഒരു സ്ഥലമാണ്. അതിനെന്താ പറയുന്നത്? റൈറ്റ് ഓഫ് വേ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. IRC റെക്കമെൻഡഡ് കേംബർ ഫോർ ഹൈ ടൈപ്പ് ബിറ്റുമിനസ് പേയ്മെന്റ്. നമ്മൾ പഠിച്ച ഫസ്റ്റ് ടൈപ്പ് ഹൈ ടൈപ്പ് ബിറ്റുമിനസ്. സിമെന്റ് കോൺക്രീറ്റും ഹൈ ടൈപ്പ് ബിറ്റുമിനസും നമ്മൾ പഠിച്ചത്. ഓക്കെ, ഹൈ ടൈപ്പ് ബിറ്റുമിനസും സിമെന്റ് കോൺക്രീറ്റും നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. നമ്മുടെ ടേബിളിൽ ഫസ്റ്റ് വരുന്നത്. ഇൻ ലൈറ്റ് റെയിൻ കണ്ടീഷൻ, ഹെവി റെയിനും പഠിച്ചു, ലൈറ്റ് റെയിനും പഠിച്ചു. ഹെവി റെയിൻ കണ്ടീഷൻ ആകുമ്പോൾ എത്രയായിരുന്നു? 1/50 ആയിരുന്നു അല്ലേ? 1/50 എന്ന് പറഞ്ഞാൽ 2%. ലൈറ്റ് റെയിൻ ആകുമ്പോഴോ 1/60 ആയിരുന്നു. അത് എത്ര പെർസെന്റേജ് വരും? 1.7%. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ലൈറ്റ് റെയിൻ ആണ്, ഹൈ ടൈപ്പ് ബിറ്റുമിനസ് പേയ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ 1.7%. അടുത്തത് ടോപ്പ് വിഡ്ത് ഓഫ് എംബാങ്ക്മെന്റ്. നമ്മളൊരു എംബാങ്ക്മെന്റ് പറയുമ്പോൾ അവന്റെ ടോപ്പ് വിഡ്ത് അല്ലെങ്കിൽ ബോട്ടം വിഡ്ത് ഓഫ് കട്ടിങ്. ബോട്ടം വിഡ്ത് ഓഫ് കട്ടിങ്, ടോപ്പ് വിഡ്ത് ഓഫ് എംബാങ്ക്മെന്റ് അല്ലെങ്കിൽ ബോട്ടം വിഡ്ത് ഓഫ് കട്ടിങ്ങിന് എന്താ പറയുന്നത്? റോഡ് വേ അല്ലെങ്കിൽ എന്താണ്? ഫോർമേഷൻ വിഡ്ത്. അത് എന്തൊക്കെ വരും? കാരിയേജ് വേ പ്ലസ് ഷോൾഡർ വരും. ഓക്കെ, കാരിയേജ് വേ പ്ലസ് ഷോൾഡർ വരുന്ന റോഡ് വേ അല്ലെങ്കിൽ ഫോർമേഷൻ വിഡ്ത് ആണ് ഒരു എംബാങ്ക്മെന്റ് ബോട്ടം, എംബാങ്ക്മെന്റ് ടോപ്പ് അല്ലെങ്കിൽ ഒരു കട്ടിങ്ങിന്റെ ബോട്ടം എന്നൊക്കെ പറയുന്നത്. ഇനി ഡാഷ് ഈസ് ദ ബൗണ്ടറി. എന്തിന്റെ ബൗണ്ടറിയാ? ബിറ്റ്വീൻ പേവ്മെന്റ് ആൻഡ് ഷോൾഡർ. നമ്മുടെ പേവ്മെന്റ് വന്നു, ഷോൾഡർ വന്നു, അതിന്റെ ഇടയിൽ കൊടുക്കുന്ന സാധനത്തിന് എന്നാ പറയുന്നേ? അല്ലെങ്കിൽ ഷോൾഡർ അല്ലെങ്കിൽ ഫുട്പാത്ത്. അതിന്റെ ഒക്കെ അവിടെ വരുന്ന സാധനത്തിന് എന്താ പറയുന്നത്? റോഡിന്റെ സൈഡിലൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും യെല്ലോ ആൻഡ് ബ്ലാക്കിലും ഒക്കെ കാണുന്നത് എന്താ? കെർബ്. എന്താണ്? കെർബ്. ഇനി അടുത്ത നോക്കി. കോൺവെക്സിറ്റി പ്രൊവൈഡഡ് ടു ദ ക്യാരേജ് വേ. നമ്മൾ ക്യാരേജ് വേക്ക് ഒരു കോൺവെക്സിറ്റി കൊടുക്കുക ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് എഡ്ജ് ഓഫ് പേയ്മെന്റ്. ക്രൗണിലും പേയ്മെന്റ് എഡ്ജിലും. അതിന് എന്താ പറയുന്ന? കോൺവെക്സിറ്റിക്ക് കേംബർ. എന്താ പറയുന്നത്? കേംബർ. ഇനി അടുത്ത നോക്കി. ട്രാൻസ്വേഴ്സ് സ്ലോപ്പ്, ലോഞ്ചിറ്റ്യൂഡ് അല്ല, ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ഗിവൺ ടു റോഡ് സർഫേസ് ടു ഡ്രെയിൻ വാട്ടർ. അങ്ങനെ വെച്ചാൽ എന്താ? ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിന് എന്നാ പറയും? കേംബർ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കി. IRC മിനിമം വിഡ്ത് ഓഫ് ഫോർമേഷൻ വിഡ്ത് ഫോർ നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ. മിനിമം ഫോർമേഷൻ വിഡ്ത് IRC എത്ര? നാഷണൽ ഹൈവേക്കും സ്റ്റേറ്റ് ഹൈവേക്കും പറയാം. നമ്മൾ വലിയ ടേബിൾ പഠിച്ചിട്ട് ലാസ്റ്റ് ഒരു വാല്യൂ പഠിച്ചു. എന്താ? മിനിമം 12 മീറ്റർ എങ്കിലും വേണം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 12 മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആൻ എർത്ത് വർക്ക് റേസ്ഡ് അബൌവ് ദ നാച്ചുറൽ ഗ്രൗണ്ട്. നാച്ചുറൽ ഗ്രൗണ്ടിന് മേളിലായിട്ട് ഒരു എർത്ത് വർക്ക് കൊടുത്തേക്കുക. ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ ടു സപ്പോർട്ട് കൺസ്ട്രക്ഷൻ അറ്റ് എ ഹയർ ലെവൽ ഈസ് നോൺ ആസ്. ഓക്കെ, അപ്പം എന്താണ്? നമ്മൾ കൺസ്ട്രക്ഷൻ ഒരു ഹയർ ലെവലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തേക്കുക. ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ, ഇടയ്ക്ക് തെറ്റിപ്പോയതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ എലിവേറ്റ് ചെയ്ത് എന്താ റേസ് ഒരു എർത്ത് വർക്ക് ചെയ്ത് റേസ് ചെയ്ത് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുന്നതിന് എന്നാ പറയുന്നത്? എംബാങ്ക്മെന്റ്. എന്താ പറയുന്നത്? എംബാങ്ക്മെന്റ്. ഇനി അടുത്തത് നോക്കി. ആൻ അണ്ടർഗ്രൗണ്ട് പാസേജ്. ഒരു ഗ്രൗണ്ടിൽ അടിയിൽ കൂടെ ഒരു പാസേജ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ്? ഒരു ടണൽ ഉണ്ട്. എന്തിനാ?
ടു പെർമിറ്റ് ദ മൂവ്മെന്റ് ഓഫ് ട്രാഫിക്, ഒന്ന് ട്രാഫിക്കിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അക്കോമഡേറ്റ് സർവീസസ്, എന്തെങ്കിലും സർവീസോ ആൾക്കാർക്ക് നടന്നു പോകാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈപ്പ് കൊണ്ടുപോകാനോ, കേബിൾ കൊണ്ടുപോകാനോ, സീവർ കൊണ്ടുപോകാനോ, അതിനൊക്കെ അങ്ങനെ കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടിന് അടിയിൽ കൊടുക്കുന്ന പാസേജിന് എന്നാ പറയുന്നേ? സബ്വേ. എന്താ പറയുന്നേ? സബ്വേ. ഇനി അടുത്ത് നോക്കിയേ, ഹയസ്റ്റ് പോയിന്റ് ഇൻ ക്രോസ് സെക്ഷൻ ഓഫ് എ കർവ്ഡ് റോഡ് സർഫസ്. ഒരു കർവ്ഡ് റോഡ് സർഫസ് ഉണ്ട്, അതിന്റെ ഹയസ്റ്റ് പോയിന്റ്, ഓക്കെ, കോമൺലി അറ്റ് ഓർ നിയർ ദ സെന്റർ, ഓക്കെ, സെന്ററിന് അടുത്ത് കാണും. അപ്പൊ അതിനെന്താ പറയുന്നേ? ക്രൗൺ. എന്താ പറയുന്നേ? ക്രൗൺ. അടുത്ത് നോക്കി, പേവ്മെന്റ് വിഡ്ത്ത് ഓഫ് റോഡ് ഡിപ്പെൻഡ് അപ്പോൺ. ഓക്കെ, നമ്മളൊരു പേവ്മെന്റിന്റെ വിഡ്ത്തിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മളിപ്പോ ഒരു പേവ്മെന്റ് ഇത്ര വിഡ്ത്ത് ഉണ്ടെന്ന് പറയും. ടെറൈൻ ഡിപ്പെൻഡ് ചെയ്യോ? ടെറൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണോ? അല്ല. പിന്നെ അടുത്ത എന്താ? ടൈപ്പ് ഓഫ് ട്രാഫിക്. ടൈപ്പ് ഓഫ് ട്രാഫിക് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണോ? അല്ല. അടുത്ത എന്താ? നമ്പർ ഓഫ് ലെയിൻസ്. ഓക്കെ, ഇതിന്റെ PSC ആൻസർ ആണ് ഇത്, നമ്പർ ഓഫ് ലെയിൻസ്. ഓക്കെ, PSC PhD ആണ്. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ലെയിൻസ് ആണ് ആ പേവ്മെന്റ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാം. എന്നുവെച്ചാൽ ടെറൈൻ, നമ്മൾ മലമുകളിലൊക്കെ പോകുമ്പോൾ റോഡിന് അത്ര വിഡ്ത്ത് ഇല്ലല്ലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. പക്ഷെ അന്നാരും ഇത് ഫൈനൽ കീ ഒന്നും വന്ന് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ആൻസർ വന്നത് നമ്പർ ഓഫ് ലെയിൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ നമ്പർ ഓഫ് ലെയിൻസ് ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ടെറൈനും ടൈപ്പ് ഓഫ് ട്രാഫിക് ഒന്നും അല്ല, നമ്പർ ഓഫ് ലെയിൻസ് ആണ്. നമ്മുടെ റോഡിന്റെ എത്ര ലൈൻസ് ഉണ്ട്? 3 ലൈൻ ഉണ്ടെങ്കിൽ റോഡിന് വിഡ്ത്ത് കൂടും, 2 ലൈനേ ഉള്ളെങ്കിൽ റോഡിന് വിഡ്ത്ത് കുറയും. അങ്ങനെ ആലോചിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അടുത്ത് നോക്കിയേ, ദ പോർഷൻ ഓഫ് എ റോഡ് യൂസ്ഡ് ബൈ വെഹിക്കുലർ ട്രാഫിക്. വണ്ടി പോകുന്ന ആ റോഡിന്റെ പോർഷൻ എന്താ പറയുന്നേ? ക്യാരേജ് വേ എന്ന് പറയും അല്ലെ? ക്യാരേജ് വേയിൽ കൂടാണ് വണ്ടി പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ദ പോർഷൻ ഓഫ് റോഡ് ബിറ്റ്വീൻ എഡ്ജ് ഓഫ് ദ റോഡ് ഫോർമേഷൻ ആൻഡ് എഡ്ജ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, എന്താണ്? റോഡ് ഫോർമേഷന്റെ എഡ്ജും പേയ്മെന്റിന്റെ എഡ്ജും, ആ പോർഷൻ എന്താ പറയുന്നേ? കർബ് എന്ന് പറയും അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ ഒരു പേയ്മെന്റിന്റെ എഡ്ജും റോഡ് ഫോർമേഷന്റെ എഡ്ജും, അതിന് വരുന്ന ആ പോർഷൻ ഓഫ് റോഡ് ബിറ്റ്വീൻ എഡ്ജ് ഓഫ് റോഡ് ഫോർമേഷൻ ആൻഡ് എഡ്ജ് ഓഫ് ദ പേയ്മെന്റ്, അതിന് പറയുന്നത് എന്താണ്? കർബ് എന്നാ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കി, the rate of rise or fall of road along its alignment. ഓക്കെ, along its alignment എന്ന് പറഞ്ഞാൽ അതിന്റെ അലൈൻമെന്റ് എങ്ങനെയാ പോകുന്നത്. അപ്പൊ അതിന് റേറ്റ് ഓഫ് ഫോൾ, ഹൈറ്റ്, റൈസ് വരാം, ഫോൾ വരാം. ഓക്കെ, അപ്പൊ അതിനെന്താ പറയുന്നേ? നമ്മള് എന്താ പറഞ്ഞു? ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു അല്ലെ? എലോങ് ആകുമ്പോ ഗ്രേഡിയന്റ്, ട്രാൻസ്വേഴ്സ് ആകുമ്പോഴാണ് എന്ത് വരുന്നത്? കെയിംബർക്ക് വരുന്നത്. ഞാൻ അടുത്ത് നോക്കിയേ, പോർഷൻ ഓഫ് റോഡ് ജസ്റ്റ് ബിയോണ്ട് ദ എഡ്ജസ് ഓഫ് ക്യാരേജ് വേ. ഇപ്പൊ നമ്മുടെ ക്യാരേജ് വേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാ. എഡ്ജസ് ഓഫ് ദ ക്യാരേജ് വേ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ട്രാഫിക് ഫോർ ഒക്കേഷണലി പാസിംഗ്. എപ്പോഴും യൂസ് ചെയ്യത്തില്ല, ഒക്കേഷണൽ ആയിട്ടൊക്കെ അതുവഴി കയറി പോകും. അതിനെന്താ പറയുന്നത്? ഷോൾഡർ അല്ലെ? നമ്മൾ ചിലപ്പോ ഒത്തിരി വെഹിക്കിൾസ് ഒക്കെ നിൽക്കുമ്പോൾ ഷോൾഡർ ചുമ്മാ കിടക്കുവാണെങ്കിൽ ബൈക്കുകളോ ഒക്കെ അതുവഴി കയറി പോകുന്ന കണ്ടില്ലേ നമ്മൾ സാധാരണ? അതിന് പറയുന്നതാണ് എന്ത്? ഷോൾഡർ. ഇനി അടുത്ത എന്താ? ദ വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ ഓഫ് റോഡ് മീൻസ് വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? പേയ്മെന്റും അതിന്റെ ഷോൾഡറും കൂടെ വരും. ഓക്കെ, നമ്മുടെ പേയ്മെന്റും വരും, അതിന്റെ ഷോൾഡറും കൂടെ വരുന്നതാണ് എന്ത്? ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. അടുത്ത എന്താ? സെൻട്രൽ പോർഷൻ ഓഫ് റോഡ് ഫോർ ഹൈ സ്പീഡ് വെഹിക്കിൾസ്. ഓക്കെ, നല്ല സ്പീഡിൽ പോകുന്ന വെഹിക്കിൾസിന്റെ ആ സെൻട്രൽ പോർഷൻ എന്താ പറയുന്നേ? മോട്ടോർ വേ. എന്താ പറയുന്നേ? മോട്ടോർ വേ. റൈറ്റ് ഓഫ് വേ ഒക്കെ എന്താണെന്ന് അറിയാലോ? അപ്പൊ ഇതിനകത്തുനിന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് മോട്ടോർ വേ. അടുത്തെന്താ? എ ക്യാരേജ് വേ ഇൻ വിച്ച് എ സിമെന്റ് കോൺക്രീറ്റ് വിയറിംഗ് സർഫസ് ഈസ് പ്രൊവൈഡഡ് ഫോർ വീൽ ട്രാക്സ് ഒൺലി. ഓക്കെ, അപ്പൊ സിമെന്റ് കോൺക്രീറ്റ് വിയറിംഗ് സർഫസ് ആകുമ്പോൾ അതിന് എന്നാ വേ എന്നായിരിക്കും പറയുന്നത്? ക്രീറ്റ് വരുന്നതായിരിക്കും അല്ലെ? എന്താ? ക്രീറ്റ് വേസ്. അതിന്റെ ആൻസർ ആണ് ക്രീറ്റ് വേസ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇതെല്ലാം പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.